കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ റബ്ബർ കൃഷിയോട് വിട പറഞ്ഞ ഒരുപാട് കർഷകർ നമുക്കിടയിലുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാറ്റമുണ്ടായത്? അത് നമ്മൾ ചിന്തിക്കേണ്ടേ? ഇവരെല്ലാവരും ചോദിക്കുന്നത് ഒരേ ഒരു ചോദ്യമാണ്: കൃഷി ആദായകരമല്ല എങ്കിൽ എങ്ങനെ ജീവിക്കാനാണ് എന്ന്. കോട്ടയം കൂരോപ്പട സ്വദേശി മാമ്പുഴയ്ക്കൽ തോമസിന് റബ്ബർ കൃഷിയായിരുന്നു ജീവിതത്തിലെ വരുമാന മാർഗം. പിതാവിന്റെ കാലത്ത് തുടങ്ങിയ 6 ഏക്കറിലധികമുള്ള കൃഷി. എന്നാൽ 5 വർഷങ്ങൾക്ക് മുമ്പ് മനസ്സില്ലാ മനസ്സോടെ തോമസ് തന്റെ റബ്ബർ വെട്ടി അവിടെ മറ്റ് കൃഷി തുടങ്ങി. റബ്ബർ നിരന്നു നിന്നിരുന്ന 6 ഏക്കറോളം തോട്ടത്തിൽ ഇന്ന് വാഴയും തെങ്ങും മറ്റ് പച്ചക്കറികളും. ഇവിടെ ഇപ്പം കാപ്പിയുണ്ട്, കമുകിൻ തൈയുണ്ട്, തെങ്ങിൻ്റെ തൈയുണ്ട്, ലകത്തിയ, കുരുമുളകിന് കാലിട്ടിട്ടുണ്ട്, പിന്നെ ഏതാനും ജാതി വച്ചിട്ടുണ്ട്, ഇടയ്ക്കൂടെ കുറച്ച് തേക്കും വച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സമ്മിശ്ര കൃഷിയാണ്. ഇതിനെല്ലാം തണൽ കെട്ടുന്നതിന് വേണ്ടിയാണ് ഇപ്പം വാഴ നട്ടിരിക്കുന്നത്. ഇതുപോലെ എത്രയെത്ര തോമസുമാർ, എത്രയെത്ര ജീവിതങ്ങൾ. കൃഷി ആദായകരമല്ലാത്തതിനെ തുടർന്ന് റബ്ബർ ഉപേക്ഷിച്ച എത്രയോ പേർ. റബ്ബർ കൃഷി ലാഭകരമല്ല, പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല, മുടക്കുമുതലുമായിട്ട് നമുക്ക് പ്രതിഫലം കിട്ടില്ല. അതുകൊണ്ട് കൃഷിക്കാർ സ്വയം അവരെ വലിയ പ്രതിഷേധമൊന്നും കൂടാതെ ഈ കൃഷിയിൽ നിന്ന് സ്വയം പിൻവാങ്ങി. അതിൻ്റെ പരിണതഫലമാണ്. നിങ്ങളടുത്ത് നോക്കിയോ, 8-10 ഏക്കർ സ്ഥലം ആ കാണുന്ന റബ്ബറായിരുന്നു. അത് മുഴുവനും വെട്ടിക്കളഞ്ഞിട്ട് റംബുട്ടാൻ കൃഷി ചെയ്തിരിക്കാം. ഇനി ഭാവിയിൽ നമ്മുടെ നാട്ടിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചുകൂടി പറയാം. റബ്ബറിന്റെ ഉൽപാദനം വൻതോതിൽ കുറയും. ടയർ ഉൾപ്പെടെയുള്ള റബ്ബർ ഉൽപ്പന്നങ്ങൾക്ക് വില കുത്തനെ ഉയരും. ഒരാൾക്ക് 2 വാഹനത്തിൽ കൂടുതലുണ്ട്. ഇതേ നിലയിൽ 2040 മോഡി ഗവൺമെൻറ് പറയുന്നത് 2040 അമേരിക്കയൊക്കെ ഇപ്പോൾ എത്തിക്കുന്ന. അപ്പം 140 കോടി ജനങ്ങൾക്ക് 70 കോടി വണ്ടിയിലേറെ വേണം. അപ്പോൾ ഇതിന് ടയർ എവിടെ? ഇതിൻ്റെ റബ്ബർ എവിടെ? അപ്പോൾ ഇതെല്ലാം ഭാവിയിൽ അപകടമാണ്. പക്ഷേ അത് മുന്നിൽ കൊണ്ടുകൊണ്ടുള്ളൊരു പ്രവർത്തനം സർക്കാരോ ബോർഡോ ഒരു രാഷ്ട്രീയ പാർട്ടിയും നടത്തുന്നില്ല. താങ്ങുവില 250 ഉയർത്തുമെന്ന് തിരഞ്ഞെടുപ്പിന് മുമ്പ് വാഗ്ദാനം ചെയ്ത LDF സർക്കാർ അതൊക്കെ മറന്നു. പിടിച്ചു നിൽക്കാൻ വേറെ മാർഗമൊന്നുമില്ലാതെ തോമസ് ഏട്ടനെ പോലുള്ളവർ മറ്റു വഴികൾ തേടി. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.